എന്നോടൊരാൾ പറഞ്ഞു, പള്ളിയിലെ ഞങ്ങൾ ചാണകം കലർത്തും, ഔദിൽ ചാണകം കലർത്തും എന്ന് ഒരു ശത്രു വിഭാഗം ഒരിക്കൽ വാശി പിടിച്ച ഒരു സംഭവം എന്നോട് ഒരാൾ പറഞ്ഞു. കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവം. പള്ളിയിൽ ഔദിൽ ഞങ്ങൾ ചാണകം കലർത്തും എന്ന് ഒരു വിഭാഗം, ഒരു നാട്ടിൽ, നാടും പേരൊന്നും പറഞ്ഞില്ല, പറഞ്ഞാൽ ഖൈറില്ല. അപ്പോൾ പള്ളിയിൽ വരുന്ന ജമാഅത്തിന് വരുന്ന ആളുകൾ അത് കേട്ടപ്പോൾ അവർ ജമാഅത്തിന് തന്നെ പോയില്ല. കാരണം തല്ലും എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോകാണ്, ഹൗദിൽ ചാണകം കലർത്തുന്നതാണ്. അപ്പോൾ അങ്ങാടിയിലെ ഹെഡിലോട് തൊഴിലാളികളുണ്ടായിരുന്നു അത്ര അവിടെ. ഇവർക്ക് പള്ളിയില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. അവരെന്ത് ചെയ്തു, ലോഡിങ് നിർത്തിയിട്ട് എവിടെ വന്ന് ഉത്തരുന്നു, പള്ളി ആയിക്കോട്ടെ എന്നാ അതൊന്ന് കാണാമല്ലോ. ഇവർ പള്ളീൻ്റെ ചെരുവിൽ അങ്ങനെ ഉത്തരുന്നു. എന്നാ ബൽ നിസ്കരിച്ചോ, ബൽ നിസ്കരിക്കുന്ന ആളുമല്ലല്ലോ. ഇവര് അങ്ങനെ അങ്ങനെ പള്ളിയുടെ ഔദില് ചാണകം കലർത്തുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്കൊണ്ട് കാണണം. ഓരോടെ കുത്തിരുന്നു. സാധാരണ ജമാഅത്ത് നടന്നില്ല. കാരണം ജമാഅത്തന്മാർ അന്ന് വന്നില്ല, ആ 3 ദിവസം പള്ളിയേക്കാൻ വന്നില്ല. എന്തുകൊണ്ട്? പേടിച്ചിട്ട്. ഇവർക്ക് എന്തില്ല, മനസ്സിലായില്ല. നിസ്കാരം ഉള്ളവർക്ക് പേടിയാണ്, നിസ്കാരം ഇല്ലാത്തവർക്ക് പേടിയില്ല. രണ്ടും ദീനാണോ? അല്ലേ? രണ്ടും ദീനല്ലേ. മറ്റവർക്ക് നിസ്കാരമൊന്നുമില്ല, പക്ഷെ അവർ ആരെ അള്ളാന്റെ സുനിയന്മാരുണ്ട്. ഇത് അള്ളാന്റെ വീടാണ്, എനിക്ക് കുതിരയോടാനുള്ള സ്ഥലമല്ല. പള്ളിയിലാവുന്നൊരു ചാണകം കലർത്തി ഞങ്ങളെ തലപട ഉണ്ടാവുമ്പോൾ ഞങ്ങളെ തലവെട്ടിട്ട് കലർത്തിക്കോ. ഇതൊരു മനുഷ്യൻ്റെ ഈമാനാണോ? അല്ലേ? പറയുന്നത് ഈമാനാണോ? അല്ലേ? എന്നാ അവർ ജമാഅത്തിനുണ്ടോ? ഇവർ അള്ളാന്റെ ശത്രുക്കളാണ്. എവിടെ ഞങ്ങൾ വരുന്നത്? എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളൊരു 4 നിസ്കരിക്കാനില്ലാത്തവരൊക്കെ അള്ളാൻ ശത്രു. ഒരു നിലക്ക് ഇവരെ സ്നേഹണ്ടടാ നമുക്ക്. ഒരു പ്രതിസന്ധി ഒന്നും നമ്മളുണ്ടാവില്ല, ഇവരുണ്ടാവും. ഈ അങ്ങാടിയിലെ ഹെഡിലോട് തൊഴിലാളികൾ വായി തുറന്നാൽ തോന്നിയാസം വിളിച്ചു പറയുന്നു. അങ്ങനത്തെ ഒരു ടീമോടെ നാട്ടിലുണ്ടല്ലോ, ഇല്ലേ? പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ആരാ ഓടി വരിക? ഇവര് പറഞ്ഞു തരും, എന്നായിക്കോട്ടെ നിന്ന് കാണണം. സത്യല്ലേ കുട്ടികളെ ഈ പറഞ്ഞത്? നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ നിസ്കാരത്തുമ്പോൾ എന്ത് അളക്കാൻ? അതേ സമയത്ത് റബ്ബിജഅൽനി മുഖീമ സ്വലാ, ഞാൻ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കരിക്കാത്തവർ വരില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതേ സമയത്ത് ഇതൊന്നും ഇല്ലാത്ത ഒരാളെ നിങ്ങൾ തള്ളൊന്നും വേണ്ട. അത് നന്മയൊന്നും അല്ല, പക്ഷെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിയാലോ, ഈ പറയുന്ന പള്ളി ഒരാൾ നിസ്സാരപ്പെടുത്തിയാലോ, ഇനി പൊരുത്തം പള്ളിയിൽ ചാണകം കലർത്തും എന്ന് പറഞ്ഞാൽ ഇപ്പം 3ാമത്തെ എന്ത് പറഞ്ഞു? ചാണകം കലർത്തിക്കൂടെ, നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ആ കഴിഞ്ഞില്ലേ, ഓൻ്റെ ഈമാനോട് അവസാനിച്ചല്ലോ. ചാണകം കലർത്താതിരിക്കുക ചെയ്തോട്ടെ, അവരെ പണി അവരെടുത്ത്. നിങ്ങൾ അതിനൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അള്ളാഹിൻ്റെ വീടിനെ മലിനപ്പെടുത്താൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ തടയലോടെ ബാധ്യതയല്ലേ. ഈ തടയൽ പലപ്പോഴും നിസ്കരിക്കുന്നവരല്ല തടയുക, പിന്നെ ആരാ തടയുക? നിസ്കാരമൊന്നും ഇല്ലാത്തൊരു ജനത തടയും. കാരണം അവർക്കത് അള്ളാഹിനെ വലിയ നമുക്കുള്ള വലുതല്ല, നമുക്ക് പേടിയാണ്. ഇതൊക്കെ ഓപ്ഷൻസാണ്, ഇതൊക്കെ അള്ളാഹുവിലേക്കുള്ള വഴികളാണ്. ഇവർക്കൊക്കെ സ്നേഹമാണ് ആരെയും അള്ളാഹുവിനെ റസൂലിനെ. അതിന് പല വഴിയുണ്ട്. അടിസ്ഥാന മർമ്മം അതാണ് അള്ളാഹു റസൂലിന്റെ സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലേ പിന്നെ അതിനൊന്നും ഒരു വിലയില്ല. അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹം ഉണ്ടാവുക. അപ്പോൾ തവൈതു ഇബാദാത്തിൽ അവാലിമി കുല്ലിഹാ ബിഹുബ്ബി റസൂലില്ലാഹ്, ലോകത്തുള്ള സകലരുടെയും ആരാധനകളെ ഞാൻ ചുരുട്ടി വെച്ചിട്ടുണ്ട് ബിഹുബ്ബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിനോട് എനിക്കുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ട്. അപ്പോൾ ഈ ലോകത്തെ എല്ലാവരുടെ ഇബാദത്തും എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ അർത്ഥം വെക്കാം. ആ ഇബാദത്തിൻ്റെ മുഴുവനും അടിസ്ഥാന കാതൽ അതെന്താ? അത് നബി പ്രേമമാണ്, അതെനിക്കുണ്ട്, അങ്ങനെ അർത്ഥം വെക്കാം. നീട്ടൊന്നില്ല, ചിന്തിക്കുന്നത് ഭയങ്കര ആഴമുള്ളൊരു വാക്കാണ്. ഇനി ഈ ഒരു കാതൽ ഇല്ലെങ്കിൽ, നബിയോടുള്ള പ്രേമം എന്ന കാതൽ ഇല്ലെങ്കിൽ ഇബാദത്തിന് യാതൊരു വിലയും ഇല്ല, ഒരു വിലയില്ല. അള്ളാഹുവിന് റസൂലിനെ ഒരാൾ വില വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇബാദത്തിന് അവിടെ ആക്റ്റാണ്, അവിടെ ഇബാദത്തിന് ആക്റ്റാണ്. ഒരു ആക്ട് ഇബാദത്തായി, ഇബാദത്തെ ആക്റ്റായി, തിരിഞ്ഞില്ല. ഇപ്പൊ ചിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹദീസ് പറഞ്ഞപ്പോൾ നബി ചിരിച്ചു. ഇന്ന് വരെയുള്ള എല്ലാവരും എന്ത് ചെയ്തു? ചിരിച്ചു. ആ ചിരി എന്താ? ആക്റ്റാണ്. പക്ഷെ അതെന്താണ്?
ഇബാദത്താണത്. കാരണം അത് ആരെ ഇത്തിബാ ചെയ്തതാണ്? പുണ്യ റസൂലിനെ. പുണ്യ റസൂലിനെ ഇത്തിബാ ചെയ്തപ്പോൾ, പുണ്യ റസൂലിനെ പ്രേമിച്ചായപ്പോൾ അവിടെ ആക്ട് ഇബാദത്താണ്. അതേ സമയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ ഇബാദത്തെ ആക്റ്റായി. എന്തുകൊണ്ട്? അതിലാരില്ല, റസൂലല്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അത് ഇബാദത്തല്ലേ? നിസ്കാരം ഇബാദത്തല്ലേ? പറയൂട്ടി, നിസ്കാരം അവിടെ എന്താണ്? ഇബാദത്താണ്. ഒരു ആക്ടിനെ ഇബാദത്താക്കിയ റബ്ബ് ഒരു ഇബാദത്തിനെ ആക്റ്റാക്കി. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ത്? ആ നിസ്കാരത്തിനെ ആക്റ്റാക്കി. ഫവൈലുൽ ലിൽ മുസല്ലീൻ പല നിസ്കാരക്കാർക്കും നരകമാണ്. എന്ത്? അവരെ ഇബാദത്ത് എന്താണ്? ആക്റ്റാണ്. എന്താ അവിടെ കാരണം? അവർക്ക് ഇതാക്കലഹും എന്താ പറയുക, നിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലവ്വൗറുഊസഹും എങ്ങനെയാണ് ആയത്തുവനെ യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. നബിക്ക് ഒരു വില കൽപ്പിക്കൂല. അവർ നബിക്ക് വില കൽപ്പിക്കൂല. നബിക്ക് യാതൊരു വിലയും അവർക്ക് അടുക്കൽ ഉണ്ടാവില്ല. അവർ റസൂലുള്ളാഹിക്ക് വില കൽപ്പിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ എല്ലാം ഉണ്ട്, പക്ഷേ നബിയോട് ഇഷ്ടമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്ന മർമ്മ. ഒരാൾക്ക് നബിയോടുള്ള പ്രേമമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായി. നബിയുടെ പ്രേമം ഇല്ലെങ്കിലും ഒരു ഇബാദത്തും അവിടെ ഒരു വിലയില്ലാത്ത സാധനമാണ്. അവിടെ പിന്നെ ഇബാദത്തിന് വിലയില്ല. അത് പിന്നെ ആക്റ്റാണ്. ആക്റ്റും ഇബാദത്താവും. നബി പ്രേമം ഉണ്ടെങ്കിൽ ഇബാദത്ത് ആക്റ്റാകും. നബി പ്രേമം ഇല്ലെങ്കിൽ നാം മറന്നു. അതാണ് മനസ്സിലാക്കണം. അപ്പം നബിയോടുള്ള പ്രേമത്തെ കൽബിൻ്റെ ഉള്ളിൽ വായു വെക്കണം. നബിക്ക് നമ്മൾ വില, നബിയെ പറ്റി പഠിക്കണം. നബിയെ പഠിക്കണം. ആരിൽ നിന്ന് പഠിക്കണം? പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കണം. നബിയെ സൂഫിയിൽ നിന്ന് പഠിക്കണം. ആരെന്നും പഠിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കിതാബ് ഓതുന്നത്? ഇത് സൂഫിയാണ്. ഒരു പൊളിറ്റീഷ്യൻ നബിയെ പരിചയം പൊളിറ്റിക്കൽ റസൂലിനെ പരിചയപ്പെടുത്തും. ഒരു സോഷ്യലിസ്റ്റ് ഒരു സോഷ്യൽ നബിയെ പരിചയപ്പെടുത്തും. അങ്ങനെയല്ലേ പറയും കുട്ടികളെ? അങ്ങനെയാണ്. ഒരു വഹാബി ഒരു ഇബാദത്തിന്റെ നബിയെ പരിചയപ്പെടുത്തും. ഒരു ലാഹിരി നബിയെ അങ്ങനെ പരിചയപ്പെടുത്തും. ചിന്തിക്കണം 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 ചിന്തിക്കണം. എങ്ങനെയാ? അതേ സമയത്ത് സൂഫി എല്ലാം നിറഞ്ഞ നബിയെ പരിചയപ്പെടുത്തും. സൂഫിയുടെ നബിയാണ്. അതാണ് സിദ്ദീഖിന്റെ നബി. അതിനവസാനമില്ല. സിദ്ദീഖ് സൂഫിയല്ലേ? സൂഫിയാണ്. അതേ സമയത്ത് എല്ലാം നിറഞ്ഞ സൂഫി. സൂഫി അങ്ങനെ വെറുതെ ചടഞ്ഞിരിക്കാന്നല്ല. യുദ്ധത്തിന് പോയപ്പോൾ, യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് എതിര് പറഞ്ഞിട്ടും സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബിന് വഴിപ്പെട്ടില്ല. എന്തുകൊണ്ട്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തുന്നില്ല. ജനതയോട് യുദ്ധം ചെയ്യും അവരാരാണെങ്കിലും. അവർ നിസ്കരിച്ചാലും നോമ്പൂറ്റാലും ഞാനോട് അമർ ചെയ്യും. എന്തുകൊണ്ട്? അവർ നബി നിസാരപ്പെടുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കാലത്ത് ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തിരുന്നവർ ഒട്ടകത്തെ കൊണ്ടുപോകാൻ കയറ് കൊടുത്തിരുന്നുവെങ്കിൽ ആ കയറ് ഇന്ന് നബി വഫാത്തായല്ലോ എന്ന പേര് പറഞ്ഞ് അവർ ആ കയർ തന്നില്ലെങ്കിലും അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുന്നു എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതും സിദ്ദീഖാണ്. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നിങ്ങൾ മുഖത്തേക്ക് നോക്കിയിരിക്കൽ തന്നെ എന്ന് പറഞ്ഞതും ആരെന്നെയാണ്? ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതെ നമുക്ക് നബി. നബി എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യന്മാർ പറയുന്ന നബിയല്ല, സോഷ്യലിസ്റ്റുകൾ പറഞ്ഞ നബിയല്ല. അതൊക്കെ നബിയിലില്ലേ? എല്ലാം ഉണ്ട്. പക്ഷെ സൂഫിയുടെ നബിയാണ് എല്ലാം നിറഞ്ഞ നബി. ലാഹിറുണ്ട്, ബാത്തിനുണ്ട്. ഏത് സൂഫി? ശരീഅത്തിൽ ഒതുങ്ങുന്ന സൂഫി. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉള്ളുണ്ട്, പുറമുണ്ട്, എല്ലാം. അതാണ് ഇബ്രാഹിം നിയാസ്. അതാണ് അവരാണ് ഈ പരിചയപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് എല്ലാം നിറഞ്ഞ സൂഫി. വഹാബിക്ക് ലാഹിറുണ്ട്, ബാത്തിൻ ആരും നബി അവർ അംഗീകരിക്കൂല. ചില ശരിയായിട്ടില്ലാത്തവരുണ്ട്, അവർ ബാത്തിൽ നബി അംഗീകരിക്കും. ബാത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ. അതേസമയത്ത് ലാഹിരിയായി നബി ചെയ്ത കാര്യങ്ങൾ അവർ സ്വീകരിക്കൂല, അല്ലെങ്കിൽ ഉണ്ടാവില്ല, അവരുടെ കയ്യിലുണ്ടാവില്ല. ഇതെല്ലാം നിറഞ്ഞ നബിയാണ് ഹഖീഖത്തൻ. യഥാർത്ഥ സൂഫികൾ ഇമാം ഗസാലിയെ പോലെ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നിയാസിൽ കൗലഖയെ പോലെ റളിയല്ലാഹു അൻഹു,
അള്ളാഹു അവരുടെയൊക്കെ മാർഗത്തിലാകാൻ നമുക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാം നിറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതന്നെ എല്ലാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, എല്ലാം നബിയോടുള്ള സ്നേഹം. നബി ആരാണെന്ന് മനസ്സിലാക്കണം, ഉള്ളും പുറം മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു സമുദ്രത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന ഒരു മുട്ടസൂചിയുടെ പുറത്തേക്ക് വന്ന ഒരു വെള്ളത്തിൻ്റെ ജലസ്പർശത്തിനപ്പുറമൊന്നും നബിയെ മനസ്സിലാക്കാൻ ജുഹാലായ നമുക്ക് കഴിയൂല. അത് നമ്മുടെ കഴിവുകേട്. സിദ്ദീഖുൽ അക്ബറിന് കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ നമുക്ക് കഴിയാം? എന്നാലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രത്തെ നമ്മൾ മനസ്സിലാക്കണം. അതൊരു മനസ്സിലാക്കലാണല്ലോ. എന്താണ് ബഹറിലുള്ളത് എന്ന് ബഹറിൻ്റെ പുറത്ത് നിൽക്കുന്നവൻ മനസ്സിലാവില്ല, എന്നാലും മനസ്സിലാവുമല്ലോ, അതൊരു സംഭവമാണ്. മനസ്സിലായില്ല, അങ്ങനെ മനസ്സിലായാൽ മതി. ബീച്ചിൽ പോയി നിൽക്കുന്നവന് കടൽ മനസ്സിലായതുപോലെ നബിയെ മനസ്സിലായാൽ മതി, അല്ലാതെ മനസ്സിലാവൂല്ല. കടലിൽ കൊടാനക്കോടി ധാതുക്കളുണ്ട്, അത് മനസ്സിലാക്കാൻ ബീച്ചിൽ നിൽക്കുന്നവന് കഴിയില്ല. പക്ഷെ അവന് എന്ത് മനസ്സിലാവും? അതൊരു സംഭവമാണ്. കടല് അതൊരു സംഭവമാണ്. എന്തേ പറയാ? എന്താണ് ആ സംഭവം? നജ അതൊക്കെ ഒന്ന് പറയാ. എനിക്കറിയാം, അതൊരു സംഭവമാണ്. കടൽക്കരയിൽ നിൽക്കുന്നവന് കടലിനെ മനസ്സിലായതുപോലെ നബിയെ മനസ്സിലായാലും മതി. പക്ഷെ ഇന്ന് നമ്മളെ മുസ്ലിമീങ്ങൾ പറയുന്നത് സ്ഫടികപാത്രത്തിൽ വെച്ച വെള്ളത്തെ പോലെ എനിക്ക് നബിയെ അറിയാമെന്ന. ഓൻ പേച്ചു. മനസ്സിലായില്ല? സ്ഫടികപാത്രത്തിൽ വെച്ച വെള്ളത്തെ പോലെ നബിയെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് വഹാബി പറയുന്നത്. സുന്നി അങ്ങനല്ല. സുന്നി കടൽക്കരയിൽ നിൽക്കുന്ന കുട്ടിക്ക് കടലിനെ മനസ്സിലായതുപോലെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഞാൻ മനസ്സിലായിട്ടില്ലേ? ഉണ്ട്. എന്താ മനസ്സിലായത്? കടലൊരു സംഭവമാണ്. എന്നാ എന്തൊക്കെയാണ് ആ സംഭവം? അതറിയില്ല. സ്ഫടികപാത്രത്തിൽ വെച്ച വെള്ളത്തെ പോലെ നബി മനസ്സിലാവൂല. അങ്ങനെ മനസ്സിലായി എന്നാണ് വഹാബി പറയുന്നത്. അവിടെയാണ് വഹാബിക്ക് പേച്ചത്. കടൽക്കരയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ്, കടലൊരു സംഭവമാണ്. എന്തായാലും അറിയില്ല, അന്നവനറിയില്ല. പക്ഷെ അവൻ എന്തറിയും? അതൊരു സംഭവമാണ്. അത് മതി, അങ്ങനെ മനസ്സിലാണ്ടുള്ളൂ. അള്ളാഹു റസൂലിനെ കടൽക്കരയിൽ നിൽക്കുന്ന കുഞ്ഞിനെ കടലിനെ മനസ്സിലായതുപോലെ അല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യനെ നബിയെ ഒരിക്കലും മനസ്സിലാവില്ല. മക്കളെ ഒരിക്കലും മനസ്സിലാവും ആകൂല, ഒരിക്കലും മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. ആര് മനസ്സിലാക്കി എന്നാണോ വഹാബിയ. അവൻ്റെ നബിയും നമ്മളെ നബി കടല, അവൻ നബി സ്ഫടിക പാത്രത്തിൽ വെള്ള. അതിന് മനസ്സിലാക്കാത്ത ഒന്നും ഇല്ല എന്നാ പോലും പറയുന്നത്. നമുക്കറിയില്ല നബി ആരാ. അത് പറഞ്ഞ മനസ്സിലായോ? അതല്ല നമ്മളെ നബി, അതല്ല. നമുക്ക് ആ നബിയെ, സിദ്ദീഖിന് മനസ്സിലാകാത്ത നബിയെ നമുക്ക് മനസ്സിലാവും. സിദ്ദീഖുൽ അക്ബറിനും ആരും മനസ്സിലായിട്ടില്ല, നബിയെ മനസ്സിലായിട്ടില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. പക്ഷെ സിദ്ദീഖിനും മനസ്സിലായി, ഇത് അറ്റം കാണാത്ത ഒരു കടലാണ്. അതല്ലേ ആ മുഖത്തേക്ക് നോക്കിയിരുന്ന്. ബഹ്റുൻ ലാ സാഹില ലഹു, തീരം കണ്ടെത്താനാവാത്ത സമുദ്രമാണ് മുഹമ്മദ്. ഒരിക്കലും അതിൻ്റെ തീരം കണ്ടെത്താൻ സിദ്ദീഖിന് പോലും പിന്നെ നമുക്കുണ്ടോ? അതാണ് നമ്മൾ മാത്രം മനസ്സിലാക്കിയത്. എന്തൊക്കെയാണ് നബിയിലുള്ളത് അറിയില്ല, എന്തൊക്കെയാണ് കടലിലുള്ളത് മോനെ അതറിയില്ല. പക്ഷെ കടലൊരു സംഭവ, അത്ര മനസ്സിലായാൽ മതി. അത് മതി. അത് തളീമ, അത് ബഹുമാനിക്കലാണ്. എന്ത് മനസ്സിലായില്ലേ? കടൽക്കരയിൽ നിൽക്കുന്ന കുഞ്ഞ് കടലിനെ നോക്കി പറയാം കടലൊരു സംഭവമാണ്. എന്നാൽ എന്താണ് ആ സംഭവം? അതൊന്നും അവനറിയില്ല. പക്ഷെ അതെന്താണ്? ബഹുമാനിക്കല. അതൊരു ബഹുമാനിക്കല. 1400 കൊല്ലം സിദ്ദീഖുൽ അക്ബർ മുതൽ ഇന്നത്തെ മൂമിൻ വരെ നബി കടൽക്കരയിൽ നിൽക്കുന്ന കുഞ്ഞിനെ പോലെ, കുഞ്ഞ് കടൽ മനസ്സിലാക്കിയതുപോലെ നബി അല്ലാതെ നബിയെ ഒരു മൂമിനായ മനുഷ്യൻ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. നമ്മൾ അടുത്ത കാലത്ത് വഹാബികൾ വന്നപ്പോൾ അവർക്ക് സ്ഫടിക പാത്രത്തിൽ വെച്ച വെള്ളം പോലെയായി പോയി മുഹമ്മദ് സ്വല്ലല്ലാഹു. അവിടെയാണ് പ്രശ്നം. അവരും നമ്മൾ തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാര്യം അതാണ്. സുന്നി തേഞ്ഞ് തീരും. സുന്നി എന്നത് തേഞ്ഞാട് തീരും. ഒരാൾ
തൻ്റെ ഷെയ്ഖിനെ ബഹുമാനിക്കുന്നതിൽ, കാല് ചുംബിക്കുന്നതിൽ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ സുന്നികൾ. എന്തിനാ അങ്ങനെ വിമർശിക്കുന്നത്? സുന്നികൾ കാല് ഷെയ്ഖ് ഒറ്റ കാര്യം നോക്കേണ്ടതുള്ളൂ, ഷെയ്ഖ് ഒറിജിനലോ വ്യാജനോ, ഇത്രയേ ഉള്ളൂ. ഒറിജിനലാണെങ്കിൽ കാര്യം വെച്ച് എന്താ? പുണ്യ റസൂലിൻ്റെ കാല് എത്ര സ്വഹാബികളെ ചുംബിച്ച്? മനസ്സിലായില്ല. കാലിലേക്ക് വീണു, കാല് ചുംബിച്ചു, എന്താ തെറ്റ്? ഞാൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കാലല്ലാതെ ചുംബിക്കാറില്ല, കാല് ചുംബിച്ചു പോരും. അത്രയും വലിയൊരാളായിരുന്നു, വലിയൊരു മഹാനായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് മരിച്ചു പോയ ആളല്ലേ, നിങ്ങൾക്കറിയാലോ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത്, ഞാൻ അവരെ കാലായിരുന്നു ചുംബിച്ചിരുന്നത്. ഞാൻ വലിയ ആളുകളൊക്കെ കാലം ചുംബിക്കുക. അവരത്രയും വലിയ ആളുകളാണ്. അതത്ര ഞാൻ ചെയ്ത് അതിൻ്റെ ശബ്ദം കാലം ചുംബിക്കുക. എൻ്റെ ശേഖന്മാരൊക്കെ കാലം ഞാൻ ചുംബിക്കുക. എത്രയേ നോക്കേണ്ടതുള്ളൂ. കാല് ചുംബിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച സുന്നികൾക്കില്ല. ഒറിജിനലോ വ്യാജനോ? വ്യാജനാണെങ്കിൽ കയ്യനെ ചുംബിക്കാൻ പറ്റൂല. അപ്പം ചുംബിക്കണോടത്തല്ലേ പ്രശ്നം ഒറിജിനലാണോ വ്യാജനാണോ? ഇവിടെ പ്രശ്നമുള്ളൂ. വ്യാജനാണെങ്കിൽ ഒരാൾ വ്യാജനാണെങ്കിൽ അയാളുടെ കൈ ചുംബിച്ച ആ ശൈത്താൻ നേരെ എൻ്റെ മൂക്കിന് കയറും. കണ്ടവരൊക്കെ കൈ ചുംബിക്കാനുള്ള പറയണ്ട. എന്താണ് നോക്കിയിരിക്കണത്? കണ്ടവരൊക്കെ കൈ ചുംബിക്കാനുള്ളതാണോ? അവൻ്റെ മൂക്കിൻ്റെ ഓട്ടെ കൂടെ അങ്ങോട്ട് കയറും മറ്റവൻ. കാരണം ഓരോ രൂപത്തിൽ എന്തുണ്ടാവും? ഒരുത്തൻ വ്യാജനാണെങ്കിൽ അവൻ്റെ ഓരോ രോമത്തിൽ എന്തുണ്ടാവും? ശൈത്താനുണ്ടാവും. ഒരുത്തൻ ഒറിജിനൽ ആണെങ്കിൽ അവൻ്റെ ഓരോ രോമത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളുണ്ടാവും. കാല് ചുംബിച്ചാൽ കാല ചുംബിക്കണ്ടപ്പോ ഇപ്പൊ സുന്നികൾ തർക്കിക്ക, കാല് ചുംബിച്ചു അങ്ങനെ ഇതൊക്കെ എവിടുന്നാണ് പിറക്ക്? പ്രശ്നം എന്തേ ഉള്ളൂ? എന്തേ പ്രശ്നമുള്ളൂ? കയ്യ് ചുംബിച്ചോ, കാല് ചുംബിച്ചോ, മൂക്ക് ചുംബിച്ചോ എന്നുള്ളതല്ല പ്രശ്നം എന്താണ്? ആൾ ഒറിജിനലാണോ വ്യാജനാണോ? അത്രേ ഉള്ളൂ. എൻ്റെ ഭാര്യ എൻ്റെ കാല് ഈ ചുംബിച്ചു, അത് സ്നേഹമാണോ? അല്ലേ? സ്നേഹമാണ്. അതിനൊക്കെ അള്ളാഹിൻ്റെ കൂലി കിട്ടും. അവളെ മനസ്സ് സന്തോഷിപ്പിച്ചു. അവളെ കാല ചുംബിച്ച് തെറ്റുണ്ടോ? അല്ലേ? അത് ഒറിജിനലാണ്. എൻ്റെ ഒറിജിനൽ വർദ്ധത്തുക്ക വാങ്കാത്തുക്ക മറിയമോ മാതിരി എന്ന് പറഞ്ഞാൽ അപ്പോൾ കബിലത്ത് മിങ്ക നിക്കാഹ. അങ്ങനെ മറിയമൂനെ ആഴ്ചയിൽ ഒരിക്കലും മറിയമൂനെ കാല് ചുംബിക്കും. ഹറാമാണോ ഹലാലാണോ? ഹലാലാണെന്ന് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ ഇബാദത്തുമാണ്. കാരണം അവിടെ എന്താണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട ഇബാദത്ത് സുറൂറുൻ തുദ്ഖിലുഹു ഫി ഖൽബിൽ മുസ്ലിമീന. ഒരു മുഅ്മിൻ്റെ ഹൃദയത്തിന് ഇട്ട് കൊടുക്കുന്ന ഒരു സന്തോഷമാണത്. എൻ്റെ ഭാര്യയാവുന്ന ആ പെണ്ണിൻ്റെ കാല് ചുംബിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷം. എൻ്റെ ഭർത്താവിൻ്റെ കാല് ചുംബിച്ചല്ലോ, തെറ്റുണ്ടോ? തെറ്റുണ്ടോ? ഇല്ല. അപ്പുറത്തെ മറിയമൂൻ്റെ വസ്ത്രം ചുംബിക്കാൻ പറ്റും? കാലും കയ്യൊക്കെ പോട്ടെ. ഓള വസ്ത്രം അലക്കിട്ടത് ആരും കാണാതെ പോയി ചുംബിച്ചാലോ? എത്ര വലിപ്പുണ്ടല്ലോ ഞങ്ങളൊക്കെ. എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്? അപ്പൊ ഇവിടെ പ്രശ്നം എന്തേ ഉള്ളൂ? ഒറിജിനലോ വ്യാജനോ? ഇത്രേ ഉള്ളൂ. അന്തം കമ്മിയാളല്ല, അന്തം തന്നെ സുന്നിയെ കൊടുത്തില്ല. ഇപ്പോഴത്തെ ആധുനിക സുന്നികൾക്കല്ല അന്തം കൊടുത്തില്ല. എവിടേക്കാ ഇവരൊക്കെ പോണത്? അപ്പൊ കാല് ചുംബിക്കലും കൈ ചുംബിക്കലും പ്രശ്നേ അല്ല. കാല് ഇതൊന്നും പ്രശ്നമല്ല. മനസ്സിലായില്ലേ? രക്തം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പ് വെച്ചിട്ട് രക്തം പാത്രത്തിലാക്കിയിട്ട് സ്വഹാബിയെ ഒഴിക്കാൻ വേണ്ടി കൊടുത്തയച്ചപ്പോൾ ആ സ്വഹാബി എന്ത് ചെയ്തു? അവൾ ആശ രക്തം കുടിച്ചില്ലേ? എന്തായാലും മസല അത് റസൂല അല്ലാത്തൊരാളെ രക്തമാണ് കുടിക്കണമെങ്കിലോ ഇതെന്താണ്? ഹറാമല്ല, നജസല്ലേ? സ്വഹാബി റസൂല രക്തം കുടിച്ചില്ലേ? അത് റസൂലാണ്. ഇനി അവിടെ എൻ്റെ ഫിക്ക് തപ്പണ്ട. രക്തം നജസാണോ? ഇത് ഇവിടെ നോട്ടല്ല. ഇതാര രക്തമാണ്? മുത്തുനബിൻ്റെ രക്തമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫാൻ്റെ രക്തം. അവിടെയാണ് നോക്കുള്ളൂ. ഇത് ഒറിജിനലാണ്. എന്താ പ്രശ്നം? എന്താണ് നേര്, എന്താണ് നേര് കേട്, അത് മനസ്സിലാക്കുന്നിടത്ത് സുന്നികൾക്ക് തന്നെ പിഴവ് സംഭവിച്ചു. എന്താ പറയാനുള്ളത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഷേഖിൻ്റെ കാല് ചുംബിക്കലോ മൂക്ക് ചുംബിക്കലോ
ചന്തി ചുംബിക്കലൊന്നും പ്രശ്നമില്ല. എന്തേ ഉള്ളൂ പ്രശ്നം പറയേ, മനസ്സിലായില്ലേ? ഞാൻ അവിടെയൊക്കെ ചുംബിക്കണം എന്ന് പറയല്ല, ഞാൻ അവിടെ ഒന്നുമല്ല പ്രശ്നം. ഒരുത്തനെ ശേഖങ്ങളുടെ ആളുകൾ കണ്ട് പൊതിഞ്ഞിട്ട് എല്ലാവരും മുത്താണ്. ഒരുത്തനെ മുത്തിയത് നേരെ കാലിൻ്റെ ചോട്ടിലാണ്, അല്ലെങ്കിൽ ഊരൻ്റെ താഴെയാണെങ്കിൽ അങ്ങനെ കിട്ടി ആയിക്കോട്ടെ. അതെന്താ, ഇതാരാകണം? മനസ്സിലായില്ലേ? ഇത് ഒറിജിനൽ ആകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്തപ്പോൾ ചിലരെന്ത് ചെയ്തു? ആ വളുവിൻ്റെ ആ വുളു എടുത്ത വെള്ളത്തിൻ്റെ താഴെ ഫമദ്ദൂ അയാദി, അവരുടെ കൈ നീട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തു? കുല്ലമാ അസ്വാ കുല്ലുമൻ അസ്വാബ മിൻഹു, അയാൾ എന്ത് ചെയ്തു? മസഹ ബിഹി ബദനഹു. ആർക്കെല്ലാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്ത വെള്ളത്തിന്റെ ബാക്കി ആർക്കൊക്കെ കിട്ടിയോ, ആ വെള്ളം വീണത് അവിടുത്തെ കയ്യും മുഖവും കഴുകിയതിന്റെ ആ അവശിഷ്ടം ആർക്കൊക്കെ കിട്ടിയോ, മസഹ ബിഹി ബദനഹു, അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ തടവി. വമല്ലം യുസിബുഹു, ചിലർക്ക് തിരക്ക് കാരണം അപ്പോഴത്തെ റസൂലുള്ളാഹിന്റെ വുളു കഴിഞ്ഞു, തിക്കും തിരക്കും കഴിഞ്ഞു, റസൂലുള്ളാഹിന്റെ വുളു കഴിഞ്ഞു, ചിലർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ വുളു കഴിഞ്ഞു ചെയ്തു. അപ്പോൾ ഓരോരുത്തർ ഓടി. കിട്ടാത്തവർ കിട്ടിയവരുടെ കയ്യിന്റെ നനവ് തുടച്ചു. ഇത് ഒറിജിനലാണ്. ആ കയ്യിൽ നിന്ന് വാങ്ങാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എടാ, ഇത് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടില്ലേ? കിട്ടിയവർ നേരിട്ട് ആ എന്താ കിട്ടിയത്? ഒരാൾ മുഖം കഴുകിയ വെള്ളം, ഒരാൾ കൈ കഴുകിയ വെള്ളം, എന്നിട്ടത് ശരീരം മുഴുവൻ തടവി. അപ്പോഴത്തിന് വുളു കഴിഞ്ഞുപോയി. അപ്പൊ കിട്ടാത്ത ഒമല്ലം യുസിബുഹു, ആ വെള്ളം കിട്ടാത്തവർ അഖദ മിൻ ബലലി സ്വാഹിബിഹി. എങ്ങനെ ഹദീസ്? അഖദ മിൻ ബലൽ. ബലൽ എന്ന വാക്കിന് അർത്ഥം പറയുമോനെ? ബലൽ നനവ്. അഖദ മിൻ ബലലി സ്വാഹിബിഹി. കിട്ടാത്തവർ നേരിട്ട വെള്ളം കിട്ടാത്തവർ, മുഖം കഴുകിയ വെള്ളം, കൈ കഴുകിയ വെള്ളം, അത് കിട്ടാത്തവർ കിട്ടിയോരത്ത് തേച്ചു. കിട്ടാത്തവരോ അഖദ മിൻ ബലലി സ്വാഹിബിഹി, കിട്ടിയവന്റെ കയ്യിന്റെ നനവെടുത്ത് തേച്ചു. ഇതല്ലേ ചരിത്രം. അപ്പൊ ഇവിടെ എന്തെടുക്കാം? പ്രശ്നം എവിടെയുള്ളൂ? പറമോനെ, ഒറിജിനലോ വ്യാജനോ? അത്ര പ്രശ്നം. ഇനി സുന്നികളെ, നിങ്ങൾക്ക് എവിടുന്ന അന്തം? നിങ്ങൾ ഇവിടെ എത്തിയത്? നിങ്ങൾക്ക് എന്താ ആയത്? നിങ്ങളെന്താ പഠിക്കാത്തത്? ഒരാളെ കൈ ചുംബിക്കുന്നതിലും കാലുമിക്കും വിഷയമല്ല, അയാൾ ഒറിജിനലായ മതി. അല്ലാഹു സുബ്ഹാനഹു 37-ാമത്തെ പേരക്കുട്ടിയും ഖൽബിൽ നിറയെ റഹ്മത്തുള്ള ഒരു നിറഞ്ഞ മനുഷ്യനായിരുന്നു സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ. അവർക്ക് എന്നോടൊരു പ്രത്യേക കരുണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ സമ്മതിച്ചോളുന്നില്ല. ആ താഴെ വന്ന് ആ പാണക്കാട്ടെ വീട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്ന് ഇതൊക്കെ കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരോട് കാലിൽ പിടിച്ച് എനിക്ക് വേണ്ടി ഇറക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചിരിക്കും. വർത്താനങ്ങൾ അങ്ങനെ പറയും, നിലത്തിരിക്കും. ഞാൻ അവസാനത്തെ 5 കൊല്ലം ഞാൻ കസേരയിൽ വർത്താനം പറയും. അതറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു, അന്നിരുന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി, പിന്നെ നിലത്തിരിക്കും. ആ ടൈൽസ് മേരിക്കും, ഉള്ളിലെ റൂമിൽ കൊണ്ടുപോകും, ആ ടൈൽസ് മേരിക്കും. പല കാര്യങ്ങളും വർത്താനം പറയും. കാല് രണ്ടും പിടിക്കും, എന്നിട്ട് ആ കാലിനെ ചുംബിച്ച് പോരും. കാരണം ഇത് ഒറിജിനലാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സയ്യിദ് ഹൈദർ അലി ഷാ വഫാത്തായാൽ കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് നടന്നിട്ടുണ്ട്. സുന്നികൾ ഭിന്നിക്കും, പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യന് എത്ര കാലം ആയുസ് കിട്ടുമോ അത്രയും നമുക്കൊരു ആപത്തും വരില്ല. വേറുള്ളവരെ മോശമാക്കാൻ പറഞ്ഞല്ല, അതറിയും. അതൊരു ഉള്ളറിവാണ്. എനിക്കൊരു ഉള്ളറിവാണ്. അങ്ങനെ നടന്നു. അയ്യാ വലുപ്പത്തിനും പറയാല്ല കുട്ടികളെ, എനിക്കതറിയാം. ഞാൻ ആ മനുഷ്യനെ കയ്യൊന്നും ചുംബിക്കാനില്ല. അവസാനം കാല് അതിനൊന്നും ഞാൻ ഇല്ല. ഞാനിന് വേണ്ടേ? ഞാൻ കാലാരംഭിക്കാം. ഞാൻ എല്ലാവരും ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളെ കാലാരംഭിക്കൽ, ഷെയ്ഖ് മൂസ തങ്ങളെ, അവരെൻ്റെ ഒരു ഷെയ്ഖാണ്. ഞാനവരെ കാലാരംഭിക്കാം. എന്തുകൊണ്ട്? അവരെ കാല് ചുംബിക്കാൻ കഴിയില്ല, എൻ്റെ തൗഫീഖാണ്. അപ്പം
ദീൻ എന്ന് പറഞ്ഞാൽ കാല് ചുംബിക്കലോ കൈ ചുംബിക്കലോ ഉള്ള പ്രശ്നത്തിലല്ല. പിന്നെ പറ 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 എവിടെ പ്രശ്നം? ഒറിജിനലോ വ്യാജനോ? ഇവിടെ വിഷയം. നിന്റെ ഭാര്യയുടെ കാലിൻ്റെ തള്ളവരിൽ നീ വായിലിട്ട് ഊമ്പിയാലും അത് തെറ്റല്ല. അയൽവാസി പെണ്ണിൻ്റെ അലക്കിയിട്ട് ആറാനിട്ട വസ്ത്രത്തിൽ ചുംബിച്ചാൽ അത് തെറ്റുമാണ്. എന്തേ? അത് വ്യാജ, ഇതോ ഒറിജിനല്ല. പിന്നെന്ത് പ്രശ്നം? പ്രശ്നം പഠിക്കണം. പഠിക്കാതെ കളകള ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കയറുക, കളകള കളകള എന്ന് പറയാം. എന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഈമാൻ സ്വസാദാക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ചിന്തിക്കണം. ദീനിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം. അവിടുന്നൊക്കെ സുന്നികൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രശ്നമാണ്. ഇവിടെയാണ് വിഷയം. എവിടെയാണ് വിഷയം? ദീനിൻ്റെ ബാലപാഠം സുന്നികൾമാർക്ക്. സുന്നികൾക്ക് തന്നെ ദീനിൻ്റെ ബാലപാഠം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രതീക്ഷയാണ് സമൂഹത്തിൽ ഉണ്ടാവുക? ഞാനൊരു സാമൂഹിക പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അത് ഗൗരവമായൊരു വിഷയമാണ്. അതേസമയത്ത് വ്യാജന്മാരെ സ്വീകരിക്കുകയും ചെയ്യരുത്.